ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന പ്ലേയുടെ നെയിം ദ ബിയർ ഓർ ദ ബൂർ. എഴുതിയിട്ടുള്ളത് ആൻഡൻ ചെക്കോവ്. ഈ ഒരു സ്റ്റോറിയിൽ 3 കഥാപാത്രങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. ഫസ്റ്റ് ക്യാരക്ടർ എലന ഇവനോവ്ന പൊപ്പോവ. പൊപ്പോവ ഒരു യങ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വിഡോ ആണ്. വിഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വിധവ അല്ലേ. സോ അവളുടെ ഹസ്ബൻഡ് മരിച്ചു പോയിട്ടുണ്ട്. ഭയങ്കര സങ്കടത്തിലാണ്, ഡെസ്പറേറ്റ് ആണ്. പിന്നീട് വരുന്ന കഥാപാത്രം അഥവാ ക്യാരക്ടർ മിസ്റ്റർ സ്മിർനോവ്. സ്മിർനോവ് ഒരു മിഡിൽ ഏജ്ഡ് ലാൻഡ് ഓണറാണ്, കൂടാതെ റിട്ടയർഡ് ആയിട്ടുള്ളൊരു ലെഫ്റ്റനൻറ്റ് കൂടെയാണ്. തേർഡ് ക്യാരക്ടറായിട്ട് വരുന്നത് ലൂക്ക. ലൂക്ക നമ്മുടെ പൊപ്പോവയുടെ ഒരു സെർവൻ്റാണ്. യൂണിഫോമൊക്കെ ധരിച്ച് ഒരുപാട് ഡ്യൂട്ടീസ് ചെയ്യുന്ന ഒരു സെർവൻ്റാണ്. ഈ പ്ലേ ഒരു ഫാഴ്സ് പ്ലേ ആണ്. ഫാഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രഹസനം അഥവാ കളിയാക്കി പറയുക എന്നുള്ളൊരർത്ഥം. സോ ഈ ഒരു കഥ നിങ്ങൾ കേട്ട് കഴിയുമ്പം ഇതിൻ്റെ ലാസ്റ്റിലോട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഫാഴ്സ് പ്ലേ, അല്ലെങ്കിൽ ഈ ഒരു പ്ലേ ഫാഴ്സ് ആണ് എന്നുകൊണ്ട് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ കഥ ഒന്ന് കേട്ടോ കേട്ടോ, ബിക്കോസ് ലാസ്റ്റിലോട്ടാണ് ആക്ച്വലി നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുക. ഓക്കെ, ഇതിൻ്റെ തീംസ് ആയിട്ട് വരുന്നത് ഹ്യൂമൻ ഇമോഷൻസ്, ലവ്, ലോൺലിനെസ് ആൻഡ് കമ്പാനിയൻഷിപ്പ്. ഒരു എസ്സേ ക്വസ്റ്റിനൊക്കെ ചോദിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത് ആൻഡൻ ചെക്കോവിൻ്റെ ഒരു പ്ലേ ആണ്, ഫാഴ്സ് പ്ലേ ആണിത്. അതുപോലെ തന്നെ തീംസായിട്ട് വരുന്നത് ഞാനിപ്പോൾ മെൻഷൻ ചെയ്തിട്ടില്ല, അതൊക്കെ ഒന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, നമുക്ക് കഥ നോക്കിയാലോ. ഓൾറൈറ്റ്, കഥയിൽ പറയുന്നത് ഒരു യങ് ലേഡീനെ കുറിച്ചാണ്. ആരായിരിക്കും? പൊപ്പോവ അല്ലേ. സോ പൊപ്പോവ ഒരു ബ്ലാക്ക് ഡ്രസ്സൊക്കെ ധരിച്ച് ഒരു ഡ്രോയിങ് റൂമിൽ ഇങ്ങനെ ഇരിക്കുവാണ്. 7 മാസത്തോളമായിട്ട് അവൾ മോർണിംഗിലാണ്. കാരണം എന്താ? അവളുടെ ഹസ്ബൻഡ് മരിച്ചുപോയി അല്ലേ. അവൾ ഭയങ്കര ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു, അഥവാ ഒരു വൈഫായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ള പുരുഷന്മാരെ കാണാനോ അവരുടെ അടുത്ത് സംസാരിക്കാനോ ഒന്നും അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവളിങ്ങനെ ഡ്രോയിങ് റൂമിൽ ഒരു ഫോട്ടോഗ്രാഫ് ഗേസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഗേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോഗ്രാഫിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ആരുടെ ഫോട്ടോഗ്രാഫാണത്? അവളുടെ മരിച്ചു പോയിട്ടുള്ള ഹസ്ബൻഡിൻ്റെ ഫോട്ടോഗ്രാഫാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് ലൂക്ക അല്ലേ സെർവൻ്റ് വരുന്നത്. ലൂക്ക വന്നിട്ട് അവളുടെ അടുത്ത് പറയും, പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറയുന്നുണ്ട്, നെയ്ബേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ടും അവരെ കാണാനായിട്ടും പറയുന്നുണ്ട്. കാരണം 7 മാസത്തോളമായിട്ട് അവൾ ആ ഒരു റൂമിൽ തന്നെയാണ് അല്ലേ. സോ അവളുടെ മൈൻഡും അവളൊന്ന് മെയിൻലി ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ബട്ട് അവൾ വളരെ ഫെയ്ത്ത്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ പറയാണ് അവൾ പുറത്തിറങ്ങില്ല, അവൾ അവിടെ തന്നെ ഇരിക്കാനായിട്ട് പോവാണ്. അവളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലേ. എന്നിട്ട് അതിനുശേഷം അങ്ങോട്ട് കടന്നു വരുവാണ് സ്മിർനോവ്. സ്മിർനോവ് ലാൻഡ് ഓണറാണ്, അതുപോലെ തന്നെ റിട്ടയർഡ് ആയിട്ടുള്ള ലെഫ്റ്റനൻറ്റ് കൂടെയാണ്. അയാൾ വന്നതിന് ശേഷം പൊപ്പോവേനെ വളരെ പൊളൈറ്റ്ലി ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. അയാൾ ആരാണ് എന്നുള്ള കാര്യം കൂടെ അവളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അയാൾ വന്നതിൻ്റെ ഉദ്ദേശം കൂടെ പറയുന്നുണ്ട്. എന്തിനാണ് അയാൾ വന്നിട്ടുള്ളതെന്നറിയോ? അയാൾ വന്നിട്ടുള്ളത് പൊപ്പോവയുടെ ഹസ്ബൻഡ് അല്ലേ, മരിച്ചു പോയിട്ടുള്ള ഹസ്ബൻഡ് സ്മിർനോവിൻ്റെ കയ്യിൽ നിന്നും 1200 റൂബിൾസ് കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് തിരികെ തരാൻ വേണ്ടി പറയാനാണ് അയാൾ അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇത് കേട്ട സമയത്ത് പൊപ്പോവ ചോദിക്കും, എന്തിനാണ് തൻ്റെ ഹസ്ബൻഡ് സ്മിർനോവിൻ്റെ കയ്യിൽ നിന്നും 1200 റൂബിൾസ് കടം വാങ്ങിയിട്ടുണ്ടായിരുന്നതെന്ന്. സ്മിർനോവ് പറയും, മരിച്ചു പോയിട്ടുള്ള പൊപ്പോവയുടെ ഹസ്ബൻഡ് ഓട്സ് വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നു അന്ന് പണം ചോദിച്ചിട്ടുണ്ടായിരുന്നത്, അഥവാ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് പൊപ്പോവ ലൂക്കയുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ടോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊപ്പോവയുടെ ഹസ്ബൻഡിൻ്റെ ഒരു ഹോഴ്സാണ്. ഓക്കെ, ടോബിക്ക് നിങ്ങൾ ഓട്സ് കൊടുത്തായിരുന്നോ എന്ന് ചോദിച്ചൊന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം അവൾ സ്മിർനോവിൻ്റെ അടുത്ത് പറയും, അവളുടെ കയ്യിൽ പൈസയൊന്നുമില്ല, നിങ്ങൾ മറ്റന്നാൾ വരൂ എന്ന് പറയും. ഡേ ആഫ്റ്റർ ടുമോറോ വരൂ എന്ന് പറയും. ബട്ട് സ്മിർനോവിന് അന്ന് തന്നെ പണം വേണമായിരുന്നു, കാരണം അയാൾക്കൊരു പലിശ അടയ്ക്കാനുണ്ടായിരുന്നു അടുത്ത ദിവസം. സോ അന്ന് തന്നെ പണം വേണമെന്ന് പറയും. ഇത് കേൾക്കുന്ന സമയത്ത് പൊപ്പോവ പറയും, അവളുടെ കയ്യിൽ പൈസയൊന്നുമില്ല, അന്ന് തന്നെ എടുത്ത് കൊടുക്കാനായിട്ട്. മറ്റന്നാൾ വന്നു കഴിഞ്ഞാൽ മാനേജറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഇതിനൊരു തീരുമാനമുണ്ടാക്കി തരാമെന്നാണ് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് പറഞ്ഞ് അവൾ മറ്റൊരു റൂമിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ട സമയത്ത് സ്മിർനോവിന് ദേഷ്യം പിടിച്ചു, സങ്കടം വന്നു. കാരണം അയാളെ ഒരുപാട് പേര് ഇങ്ങനെ പൈസ കൊടുക്കാതെ ചതിച്ചിട്ടുണ്ട്.
സോ ഈ ഒരു തവണയും അങ്ങനെ ചതിക്കപ്പെടുമോ എന്നുള്ളൊരു സങ്കടം അയാൾക്കുണ്ടായിരുന്നു. അയാൾ ഉറക്കെ ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പോയി. അങ്ങനെ അത് കേട്ട സമയത്ത് പൊപ്പോവ തിരിച്ച് റൂമിൽ നിന്നും ഇയാളുടെ അടുത്തേക്ക് തന്നെ വരുന്നു. ഇയാളെ കാമാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇയാൾ കാമാവുന്നുണ്ടായിരുന്നില്ല. അവൾ ദേഷ്യത്തിൽ സ്മിർനോവിനെ അയാളൊരു വൾഗറാണെന്നും ബൂറാണെന്നും മോൺസ്റ്റർ ആണെന്നും പറഞ്ഞ് ദേഷ്യം പിടിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ സ്മിർനോവ് അവളെ തിരിച്ച് കളിയാക്കുന്നു, അവൾ മോൺ ചെയ്യുന്നു, അതിലൊരു കാര്യവുമില്ല എന്നൊക്കെയാണ് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അയാൾ പറയുകയാണ്, ഒരു വിമൻ എത്രത്തോളം ലോയൽ ആവണം അവളുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത്, എത്രത്തോളം ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു ട്രൂ ലവ് ഉണ്ടാവേണ്ടത് എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അയാൾ ലോകത്തിലെ എല്ലാ ഫീമെയിൽസിനെയും ക്രിറ്റിസൈസ് ചെയ്യുന്നു. ഫീമെയിൽസ് ക്രൂവൽ ആണെന്നും ഇൻസിൻസിയർ ആണെന്നും അയാൾ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് പൊപ്പോവ തിരിച്ചു പറയുന്നു, എല്ലാ മെന്നും സിൻസിയറും ക്രൂവലുമാണ്, അല്ലാതെ ഫീമെയിൽസ് അല്ല എന്നാണ് അവൾ പറയുന്നത്. അവളുടെ ഹസ്ബൻഡിൻ്റെ ആ ഒരു കാര്യം പറയുന്നുണ്ട്. ബിക്കോസ് അവളുടെ ഹസ്ബൻഡ് ആക്ച്വലി ഒരു ചീറ്ററായിരുന്നു. ഈ ഒരു കാര്യം അവൾക്ക് എങ്ങനെ മനസ്സിലായെന്നറിയോ? അവളൊരു ദിവസം ഡ്രോവർ തിരയുന്ന സമയത്ത് അതിനകത്ത് നിന്ന് ഒരുപാട് ലവ് ലെറ്റേഴ്സ് കിട്ടുന്നുണ്ട്. സോ ഒബ്വിയസ്ലി മറ്റുള്ള സ്ത്രീകൾ അവളുടെ മരിച്ചുപോയിട്ടുള്ള ഹസ്ബൻഡിന് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് അവളായിട്ട്. അങ്ങനെയാണ് അവൾക്ക് മനസ്സിലാവുന്നത് അവളുടെ ഹസ്ബൻഡ് ഒരു ഇൻസിൻസിയറും ക്രൂവലുമായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ബിക്കോസ് എന്താ, അവളെ ചീറ്റ് ചെയ്തു അല്ലേ. സോ അവളുടെ ഒരു എക്സാമ്പിളും കൂടെ അവൾ ആരുടെ അടുത്ത് പറയുന്നുണ്ട്, സ്മിർനോവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. കൂടാതെ ഇതും കൂടെ അവൾ പറയുന്നുണ്ട്, സ്മിർനോവ് വളരെ റഫാണ് അവളുടെ അടുത്ത്, അതുപോലെ തന്നെ ഒട്ടും ജെൻഡറല്ലാതെയാണ് സംസാരിച്ചത് എന്നും കൂടെ അവൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഓൾറൈറ്റ്. അങ്ങനെ അവൾ ലൂക്കിനെ വിളിക്കും. ബട്ട് ലൂക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദേഷ്യം പിടിച്ച് അവൾ സ്മിർനോവിനെ 3 തവണ ബൂർ എന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഡ്യുവലിന് തയ്യാറാണോ എന്ന് ചോദിക്കും. സ്മിർനോവ് യെസ് പറയുന്നുണ്ട്. അവൾ മുറിയിലേക്ക് പോയിട്ട് അവിടെ നിന്നും ഒരു പിസ്റ്റൾ എടുത്തിട്ട് പുറത്തേക്ക് വരും. അവൾ പറയുന്നുണ്ട് അവൾക്കൊരു പിസ്റ്റൾ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയില്ല. സോ സ്മിർനോവിൻ്റെ അടുത്ത് അത് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് പറയും. അയാൾ പഠിപ്പിച്ചു കൊടുക്കുന്നുമുണ്ട്. ഒരു പിസ്റ്റൾ എങ്ങനെ എയിം ചെയ്യണം, ഷൂട്ട് ചെയ്യണം, അതുപോലെ തന്നെ പിസ്റ്റളും റിവോൾവറും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നൊക്കെ അയാൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അയാൾ പൊപ്പോവിൻ്റെ അടുത്ത് തന്നെയായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അവളെ പഠിപ്പിക്കാനായിട്ട് വളരെ ക്ലോസ് ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. സ്മിർനോവിന് പൊപ്പോവയുടെ അടുത്ത് ലവ് തോന്നുകയാണ്. ആൻഡ് ഷി വാസ് വെരി ബ്യൂട്ടിഫുൾ അല്ലേ. അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, ബ്യൂട്ടിഫുൾ ഐസ് ആയിരുന്നു. അങ്ങനെ അതിന് ശേഷം പൊപ്പോവ പറയുന്നുണ്ട് മൂവ് എന്ന് പറയുന്നുണ്ട്, ഞാൻ മാറി നിൽക്ക് എന്ന് പറയുന്നുണ്ട്. അവൾ ഷൂട്ട് ചെയ്യാനായിട്ട് തയ്യാറായി നിൽക്കുന്നു. ബട്ട് അവൾ പറയുവാണ് അവൾക്ക് വീട്ടിൽ നിന്നും ഷൂട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. അതേസമയം സ്മിർനോവ് പറയുന്നു അയാൾക്ക് പൊപ്പോവനെ ഷൂട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്നും കൂടെ പറയുന്നുണ്ട്. അതായത് അയാൾക്ക് അവളെ ഇഷ്ടമായി എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറയുന്നത്. സോ ഇവിടെ സ്മിർനോവിൻ്റെ അവസ്ഥയെ ഒരു റാറ്റുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. അതായത് റാറ്റ് എങ്ങനെയാണോ റാറ്റ് ട്രാപ്പിൽ ട്രാപ്ഡായി പോകുന്നത്, അതുപോലെ തന്നെയാണ് ഇവിടെ സ്മിർനോവ് പൊപ്പോവയുടെ ലവിൽ ട്രാപ്പായി പോയിട്ടിരിക്കുന്നത്. അതായത് ഇവിടെ റാറ്റായിട്ട് സ്മിർനോവിനെയാണ് പറയുന്നത്. ട്രാപ്പായിട്ട് കാണിക്കുന്ന എന്താണ്, പൊപ്പോവയുടെ ലവ് അല്ലേ. സോ അവളുടെ ഒരു ലവ് അല്ലേ, എങ്കിൽ അവളുടെ ഒരു ക്യാരക്ടറിൽ സ്മിർനോവ് എന്തായി, ട്രാപ്ഡായി പോയി. ഓൾറൈറ്റ്. അതിനുശേഷം സ്മിർനോവ് അയാളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. 12 വിമനെ അയാൾ റിഫ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, 9 വിമൻ അയാളെ റിഫ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിനിടയ്ക്കൊന്നും അയാൾക്ക് ഇത്രയും സ്നേഹം തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ ആരുടെ അടുത്തും അയാൾക്ക് ഇത്രയും അധികം സ്നേഹം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പൊപ്പോവയുടെ അടുത്ത് അയാൾക്കൊരു പ്രത്യേകതരം സ്നേഹമാണ് തോന്നുന്നത്. ബട്ട് പൊപ്പോവ അയാളുടെ ആ ഒരു മാരേജ് പ്രപ്പോസലിനെ റിജക്റ്റ് ചെയ്യുന്നു ഫസ്റ്റ്. ബട്ട് പിന്നീട് അയാളിങ്ങനെ അയാളുടെ ജോബിനെ കുറിച്ചും സാലറി, ഫാമിലി ആൻഡ് മണീനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അവളാകെ കൺഫ്യൂസ്ഡ് ആവുകയും പിന്നീട് ആ ഒരു മാരേജ് പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർ നെർവസ്ലി ഒരു ലോങ് കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടേക്ക് ലൂക്ക കടന്നു വരുന്നത്. ലൂക്ക കടന്നു വരുന്ന സമയത്ത് കാണുന്നത് ഇവർ തമ്മിൽ കിസ് ചെയ്യുന്നതാണ്. സോ അയാളാകെ കൺഫ്യൂസ്ഡും ഷോക്ക്ഡും ആവുന്നുണ്ട്. ഇതിൻ്റെ ഒരു എൻഡിങ്ങിലോട്ട് നമ്മൾ കാണുന്നത് സ്മിർനോവിനെ അവൾ ആക്ച്വലി കല്യാണം കഴിക്കാനായിട്ട് തയ്യാറാവുകയാണ് അല്ലേ.
ആൻഡ് പൊപ്പോവ പറയുന്നുണ്ട്, സ്മിർനോവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ടോബീനെ അല്ലേ, ടോബി ആരായിരുന്നു, ഹോഴ്സ് അല്ലേ, ടോബിക്ക് ഇനി കെയറിങ് ഒന്നും കൊടുക്കണ്ട ആൻഡ് മോർ ഓവർ ദാറ്റ് അതിന് ഫുഡൊന്നും കൊടുക്കണ്ട എന്ന് അവൾ പറയുന്നുണ്ട്. സോ അറ്റ് ദ ബിഗിനിങ് നമ്മൾ കണ്ടത് എന്താണ്, ടോബിക്ക് ഫുഡ് കൊടുക്കാനും അതിന് കെയർ ചെയ്യാനൊക്കെ അവൾ പറയുന്നുണ്ടായിരുന്നു. ആരുടെ അടുത്ത്, ലൂക്കേൻ്റെ അടുത്ത്. സോ ഇവിടെ ലാസ്റ്റിലോട്ട് അല്ലെങ്കിൽ എൻഡിങ്ങിലോട്ട് വരുന്ന സമയത്ത് അവൾ നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത്. ടോബിന് ഇനി നോക്കൊന്നും വേണ്ട, അതിന് കെയറിങ് ഒന്നും കൊടുക്കണ്ട, അതിന് ഫുഡൊന്നും കൊടുക്കണ്ട എന്നാണ് പറയുന്നത്. സോ ആ ഒരു മാറ്റം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അവൾ അവളുടെ ലേറ്റ് ഹസ്ബൻഡിനെ മറന്നു എന്നുള്ളതാണ്. ഇതാണ് ആക്ച്വലി ഫാൾസ് പ്ലേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു തരം കളിയാക്കി പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ്ങിലോട്ട് വളരെ ഫെയ്ത്ത്ഫുൾ ആയിട്ടുണ്ടായിരുന്ന ഒരാൾ പിന്നീട് മാറുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ ഇതാണ് ക്ലിയർ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ അവൾ ഫെയ്ത്ത്ഫുൾ ആയിരുന്നു, അത് മാറി. സെക്കൻഡ്ലി അവൾ ടോബിക്ക് ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞത് അത് നേരെ ഓപ്പോസിറ്റാണ് അവൾ ലാസ്റ്റിലോട്ട് ചെയ്യുന്നത്. സോ ഇതെല്ലാം അർത്ഥമാക്കുന്ന എന്താണ്, കംപ്ലീറ്റ്ലി അവൾ അവളുടെ ലേറ്റ് ഹസ്ബൻഡിനെ മറന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലേ. ഇത്രയുമാണ് ഈ ഒരു പ്ലേയിൽ പറയുന്നത്. ഈ ഒരു ചാപ്റ്റർ ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരുമ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും എഴുതാനായിട്ട് പറ്റും. ബിക്കോസ് ഞാൻ ആ ഒരു ഹോൾ കഥയായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൻ്റെ നോട്ട്സ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു, അതുപോലെ തന്നെ ലൈക്കും കൂടി ചെയ്യാം. പിന്നെ ആർക്കെങ്കിലും ബെനിഫിറ്റായി തോന്നുവാണെങ്കിൽ ഷെയറും കൂടി ചെയ്ത് കൊടുത്തേക്ക്. പിന്നെന്താ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.